മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാനും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അയച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ ഈ ദേശത്ത് കർത്താവിന്റെ വചനവുമായി കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശം മുഴുവനും പാപപങ്കിലമായി തീർന്നിരിക്കുമ്പോൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും MDMA, കഞ്ചാവ് തുടങ്ങിയ വിധങ്ങളായ ലഹരി വസ്തുക്കൾ കൊണ്ട് ആളുകളെല്ലാം, ചെറുപ്പക്കാരെല്ലാം അടിമപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിധങ്ങളായ തെറ്റിലേക്കും അധാർമികതയിലേക്കും അത് ഭീകര പ്രവർത്തനത്തിലേക്കും ജനമെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരെ കുറിച്ച്, നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നാം എല്ലാം പാപം വിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മളെ കുറിച്ചുള്ളത്. ഇന്ന് പകൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഈ കായലിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ഈ കടലിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ഈ ലതാദികളെ, ഈ മത്സ്യത്തെ എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മുടെ ശൂന്യതകളെല്ലാം മാറുവാനിടയായി തീരും. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തില് കടൽക്കരയിൽ ഗന്നസരേത്ത് എന്ന് പറയുന്ന ആ കടലിന്റെ അടുക്കൽ മണൽത്തിട്ടയിൽ യേശു കർത്താവ് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് യേശുവിന്റെ ശിഷ്യന്മാരെ യേശു തെരഞ്ഞെടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ശീമോൻ പത്രോസ് ഒരു മുക്കുവനായിരുന്നു, വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ യേശു കർത്താവ് അവനോട് പറഞ്ഞു, ശീമോൻ പത്രോസേ, നിന്റെ ഈ വഞ്ചി എനിക്ക് അല്പനേരത്തേക്ക് തരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ശീമോൻ പത്രോസ് തന്റെ വഞ്ചി, വള്ളം യേശുവിന് വേണ്ടി പ്രസംഗിക്കുവാനായിട്ട് വിട്ടുകൊടുത്തു. പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ശീമോൻ പത്രോസിനോട് പറഞ്ഞു, അതെ, നീ ആഴത്തിലേക്ക് മാറ്റി മീൻപിടുത്തത്തിന് വലയിറക്കാനായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്നേരം ശീമോൻ പത്രോസ് ലൂക്കോസിന്റെ വിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഈ രാത്രി മുഴുവൻ ഞങ്ങൾ മീൻപിടുത്തമായിരുന്നു, ഞങ്ങൾക്കൊരു മീൻ പോലും പിടിക്കാൻ പറ്റിയില്ല എന്നുള്ള നിരാശയുടെ വാക്കാ പറഞ്ഞത്. യേശു അവനോട് പറഞ്ഞു, ഞാൻ പറയുന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് നന്മയുണ്ടാകും, ഉയർച്ചയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വാക്ക് അവൻ കേട്ടപ്പോൾ തന്നെ, അപ്രകാരം വലയിറക്കിയപ്പോൾ തന്നെ അവിടെ വചനം പറയുകയാണ്, വല കീറാറായി, അവന്റെ വഞ്ചി മുങ്ങാറായി. ആ രീതിയിൽ അവന്റെ സന്തോഷം കൊണ്ട് നിറയുന്ന രീതിയിൽ മത്സ്യം കൊണ്ട് നിറഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതം ഇതുപോലെ ശൂന്യമായിരിക്കാം. ആ മീൻപിടുത്തത്തിന് പോയ ശീമോൻ പത്രോസിനെ പോലെ നിങ്ങളുടെ ജീവിതവും നിരാശ കൊണ്ട് മൂടിയിരിക്കുന്ന, ഇരുട്ടുകൊണ്ട് തപ്പിത്തടയുന്ന വ്യക്തിയായിരിക്കാം. പല സ്ഥലങ്ങളിൽ പോയി നേർച്ചയിട്ടു, കാഴ്ചകൾ അർപ്പിച്ചു, നോയമ്പ് നോറ്റു നോക്കി, ഒട്ടനവധി കർമാദികളൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു സ്വസ്ഥതയില്ലാതെ ജീവിതം ശൂന്യാവസ്ഥ കടന്നു പോകുന്ന വ്യക്തിയാണോ? യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങൾക്ക് പകരക്കാരനായി മരിച്ച ദൈവം, നമുക്കറിയാവോ, നമുക്ക് പകരമായിട്ട് ആരെങ്കിലും മരിക്കുമോ? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി യേശു കർത്താവിനെ നമുക്ക് പകരക്കാരനായി മരിക്കുവാൻ, യേശു കർത്താവിനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. ആ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ നമ്മുടെ ശൂന്യത എല്ലാം മാറും. ആ ഈശോ എന്താ ചെയ്തത്? നാം മരിക്കേണ്ട സ്ഥാനത്ത് പാപത്തിന്റെ ശിക്ഷ ഈശോ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു, നമുക്ക് പകരക്കാരനായി മരിച്ചു. ആ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനുമുണ്ട്. വചനം പറയുന്നു, ആ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ജാതി മതം ഒന്നുമില്ല, ആർക്കും, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും യേശുവിന്റെ മക്കളായി തീരാൻ, ദൈവത്തിന്റെ മക്കളായി തീരാൻ പറ്റും. അങ്ങനെയുള്ള പേരുകളാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. വചനം പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് അവന് എന്ത് പ്രയോജനം? ഒരിക്കലൊരു മരണം നമ്മുടെ മുമ്പിലുണ്ട്. അതെ, എത്രയോ ആളുകൾ കൊറോണ വന്നും വെള്ളപ്പൊക്കം വന്നും പല രീതിയിൽ മരിച്ചുപോയി. കഴിഞ്ഞ ദിവസം ഭീകര പ്രവർത്തനത്താൽ അനേകം ആളുകൾ മരിച്ചുപോയില്ലേ? മലയാളികളും ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ മുമ്പിൽ മരണം വരാം. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെങ്കിലേക്ക് നാം മടങ്ങി വരണം. ഈശോ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. വചനം പറയുന്നു, ആ യേശു മരിച്ചു അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അത് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത് കടന്നുപോയി. ആ ഈശോ പറഞ്ഞു, നിങ്ങളെ ചേർക്കാൻ, അത് തന്നിൽ വിശ്വസിക്കുന്നവർ ചേർക്കാനായിട്ട് വീണ്ടും കടന്നു വരും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്
സ്വീകരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈശോയുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, രൂപങ്ങൾ കണ്ട് സന്തോഷിക്കുന്നവരായിരിക്കാം, കൊന്ത ചെല്ലുന്നവരായിരിക്കാം. യേശുവിന്റെ ആൾരൂപോ കുരിശുരൂപോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം പെടയുന്നുണ്ടാകും. എന്നാൽ വാസ്തവമായിട്ട് ഈശോ, ഈ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിങ്ങളെ ഭരിക്കുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരാ ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കും? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? പ്രാർത്ഥന ആവശ്യമുണ്ടോ? ഞാനൊരു കടഭാരത്തില, ഒരു മദ്യപാനത്തില, എന്റെ കുടുംബം തകർന്നിരിക്കുക, ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകുന്ന ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരാം. ഈ ഫോർട്ട് കൊച്ചിയുടെ ഈ പ്രദേശത്ത് നിങ്ങളെ കാണുവാനും ഞങ്ങൾ ഈ വചനം പറയുവാനും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. സ്നേഹിതരെ, ദൈവം നിങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്ന് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് കേൾക്കണം, വിശ്വസിക്കണം. ഞങ്ങൾ ചില ബുക്കുകളൊക്കെ നിങ്ങളുടെ തരുന്നുണ്ട്, നിങ്ങളത് വായിക്കണം, ഞങ്ങളെ വിളിക്കണം. ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കത്താനദാസി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആമേൻ. ക്രിസ്തുയേശുവിൽ കൊടികളതിയായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ദേശത്ത് കർത്താവിന്റെ ദാസൽ കൂടെ വചനം കേൾപ്പിപ്പാനിടയായല്ലോ. വചനം ദൈവമാകുന്നു, ദൈവം വചനമാകുന്നു. വചനത്തിന്റെ ശൈത്യയിച്ച് ഇവിടെ വചനം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന എന്ത് തന്നെ വിഷയങ്ങളായാലും വചനത്തിന്റെ ശൈത്യയിച്ച് അവരെ വിടുവിക്കണമേ, അവരെ ആശ്വസിപ്പിക്കണമേ. പ്രശ്നം എന്തുമാവട്ടെ യേശു അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗമേ, അവിടുന്ന് വിടുതൽ കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള പിതാവേ, ആമേൻ.